നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഉമാ തോമസ് വീണപ്പോഴും ഗിന്നസ് നേടിയ ശേഷം മാത്രമാണ് പരിപാടി നിർത്തിയത്. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യ നിലയിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് കണ്ണു തുറന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെ മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർ സാഹചര്യം തീരുമാനിക്കും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ എന്ന് മെഡിക്കൽ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. തലച്ചോറിനുണ്ടായ ക്ഷതവും ശ്വാസകോശത്തിനുണ്ടായ പരിക്കും ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ശ്വാസകോശമടക്കമുള്ള മറ്റ് ആന്തരിക അവയവങ്ങൾ സുഖം പ്രാപിക്കുന്ന മുറയ്ക്ക് തലച്ചോറിലെ പരുക്ക് കുറയൂ എന്നതിനാൽ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് കൊച്ചി പോലീസ്. സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, മൃദംഗ മിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം, ഓസ്കാർ ഈവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മൃദംഗ മിഷൻ സിഇഒയും MDയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗനാദം എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് VIP ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. വയനാട് മൃദംഗ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. അതേസമയം പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഉറപ്പുള്ള സ്റ്റേജ് ഒരുക്കണമായിരുന്നു. സംഘാടകർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു. തന്റെ ഗൺമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. സങ്കടകരമായ അപകടമാണ് MLAക്ക് ഉണ്ടായത്. 8 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. ബാക്കിയുള്ള മറ്റു പരിപാടികൾ നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇത്ര വലിയ അപകടമാണെന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞുമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഉമാ തോമസിന് പരിക്ക് പറ്റിയ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിലെ പിഴവിന് പുറമെ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന പണപ്പിരിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 12,000 നർത്തകരിൽ നിന്നായി 3 കോടിയോളം രൂപയാണ് സംഘാടകരായ മൃദംഗ മിഷൻ പിരിച്ചെടുത്തത്. എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇതെല്ലാം. മൃദംഗ മിഷൻ എന്ന സ്ഥാപനത്തിനെതിരെ കൂടുതൽ ആരോപണമാണ് ഇതോടെ ഉയരുന്നത്. ഉമാ തോമസിനുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് പണപ്പിരിവ് നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത്. വയനാട് മേപ്പാടിയിലാണ് മൃദംഗ മിഷന്റെ പ്രധാന ഓഫീസുള്ളത്. അരപ്പറ്റ സ്വദേശിയായ നിഘോഷ് 2 വർഷത്തോളമായി ജ്യോതിസ് കോംപ്ലക്സിൽ മൃദംഗ മിഷൻ ഓഫീസ് നടത്തുന്നുണ്ട്. ചെറിയൊരു ഓഫീസ് മുറി മാത്രമാണ് മേപ്പാടിയിലുള്ളത്. പ്രീമിയം ആർട്ട് മാഗസിൻ ഇൻ മലയാളം എന്ന ടാഗ് ലൈനോടെയാണ് മൃദംഗ മിഷന്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയുടെ സംഘാടകരാണ് മൃദംഗ മിഷൻ. വളരെ അപൂർവമായിട്ടാണ് ഈ ഓഫീസ് തുറക്കാറുള്ളൂ എന്നാണ് കെട്ടിട ഉടമ അടക്കമുള്ളവർ പറയുന്നത്. കൃത്യമായ ക്രമീകരണം ഒരുക്കാതെയാണ് പരിപാടി നടത്തിയതെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,000 നർത്തകർ പങ്കെടുത്ത ഭരതനാട്യം അവതരണമാണ് കലൂരിൽ നടന്നത്. ഗിന്നസ് ലോക റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും കിട്ടുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത് എന്നാണ് ഇതിൽ പങ്കെടുത്തവർ പ്രതികരിച്ചിരിക്കുന്നത്. ലോക റെക്കോർഡ് എന്ന സംഘാടകരായ മൃദംഗ മിഷന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് വിദേശത്തു നിന്നടക്കം നർത്തകർ എത്തിയത്. പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരിൽ നിന്നും പണപ്പിരിവ് നടത്തി. നർത്തകരുമായി സംഘാടകർ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. ഡാൻസ് സ്കൂളുകൾ വഴിയായിരുന്നു നർത്തകരെ എത്തിച്ചത്. പ്രമുഖ വസ്ത്രശാലയുടെ പുടവയടക്കം നർത്തകർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. മന്ത്രി അടക്കം പങ്കെടുക്കുന്നതിനാൽ സർക്കാർ പിന്തുണയുണ്ടെന്നും പറഞ്ഞിരുന്നതായി നർത്തകർ പറയുന്നു. ടിക്കറ്റ് വെച്ചാണ് കാണികളെ കയറ്റിയത്. അതേസമയം ഉമാ തോമസിനുണ്ടായ അപകടം ഒഴിച്ചാൽ സംഘാടനം മികച്ചതായിരുന്നെന്നും പണപ്പിരിവിനെ പറ്റി അറിയില്ലെന്നുമാണ് പരിപാടിയുമായി സഹകരിച്ച നടൻ സിജോയ് വർഗീസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.